അയ്യോ മറ്റൊരു വ്ലോഗുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നിരിക്കുകയാണ്. എങ്ങോട്ടാണ് ഈ ഓടിച്ചാടി പോകുന്നത് എന്നായിരിക്കും വിചാരിക്കണല്ലേ. ഇന്ന് സാറ്റർഡേ ആണ്, ഒരു വീക്കെൻഡാണ്. അപ്പോൾ മറ്റെങ്ങോട്ടുമല്ല, ഒന്ന് വെളിയിൽ ഒരു ലഞ്ച് ഡേറ്റിന് പോകാമെന്ന് കരുതി. അങ്ങനെയാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെക്സ്റ്റ് വീക്ക് നമുക്ക് വീടിൻ്റെ ഷിഫ്റ്റിംഗ് വരുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫുൾ തിരക്ക് പിടിച്ച ആഴ്ചയായിരിക്കും. അതിന് മുന്നേ ഒരു സമാധാനമുള്ള നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം എൻജോയ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരിക്കാൻ പറ്റിയൊരു സ്ഥലം നോക്കിയാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ പോകാറുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെളിയിൽ പോയി ഫുഡ് കഴിക്കുക എന്നുള്ളതല്ല മെയിൻ കാര്യം, പക്ഷേ ഇങ്ങനെ ഒന്ന് രണ്ടും പറഞ്ഞിരിക്കുക എന്നുള്ളതൊരു രസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ബിഗ് ബ്രൂസ്കി ബ്രൂയിങ് കമ്പനി എന്ന് പറയുന്ന നമ്മുടെ വീടിനടുത്തുള്ള റെസ്റ്റോറൻറ്റ് കം പബ് കം നല്ലൊരു അടിപൊളി സ്ഥലം. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സ്ഥലമാണ്, നല്ല ഫുഡാണ്, നല്ല ആംബിയൻസ് ആണ്. വാ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ടേബിൾ ഓൾറെഡി ബുക്ക്ഡ് ആണ്. ഇനി നമുക്ക് പോയി വണ്ടിയൊക്കെ വാലേക്ക് കൊടുത്ത് ജസ്റ്റ് കയറുക, ഇരിക്കുക, കുറച്ച് നേരം സമാധാനമായി എൻജോയ് ചെയ്യുക, ചെറിയൊരു എസ്കേപ്പ് അല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. നല്ല വലിയൊരു പബ്ബാണ്, നല്ല ആളുള്ളതാണ്. വീക്കെൻഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കാണ്. അപ്പോൾ ബാംഗ്ലൂരൊക്കെ വന്നിട്ടുള്ളവർ ഈ പബ്ബിൽ വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് വരണം. നല്ല ഒരു റെസ്റ്റോ ബാർ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ആ വാലേക്ക് വേഗം കൊടുത്ത് ഞാൻ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഇന്നും ഉണ്ട് എക്സിബിഷൻ. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഇങ്ങനെ നിറയെ എക്സിബിഷൻ സ്റ്റോൾസ് കാണും. അതായത് ഭയങ്കര യുണീക്കായിട്ടുള്ള ജ്വല്ലറീസ്, ഹാൻഡിക്രാഫ്റ്റഡ് ഐറ്റംസ്, ദെൻ എന്താ പറയുക, ഇങ്ങനെ വീട്ടിൽ വെക്കാൻ പറ്റിയ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യൂട്ട് ഐറ്റംസ് ഒക്കെ നമുക്ക് കിട്ടും. ഞാൻ ഇവിടുന്ന് 1-2 ബ്രേസ്ലെറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക്. അങ്ങനെ നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ സ്റ്റോളിട്ട് നിൽക്കുന്ന 1-2 പേരെ എനിക്ക് സ്ഥിരമായിട്ട് വന്ന് ഇവിടെ അറിയുകയും ചെയ്യാം. അങ്ങനെ നല്ല രസകരമായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഞാനവിടുത്തെ തിരിച്ചു വരുമ്പോൾ നോക്കാമെന്ന്. ഇതാണ് ഈ ഒരു ആംബിയൻസ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നല്ല ഓപ്പൺ സ്പേസ് ആണ്, നല്ല വെതറിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു സ്ഥലമാണ് ബിഗ് ബ്രൂസ്കി. ഓക്കെ, അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പതിയെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യാൻ, ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യാനായിരുന്നു. ഞാൻ പിന്നെ ഈ ഓർഡർ ചെയ്യുന്ന സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഈ മെനു കാർഡ് തിരിച്ചും മറിച്ചും നോക്കിയിട്ട് ഇത് വേണോ അതോ അത് വേണോ എന്ന് ചോദിക്കൽ മാത്രമേ എന്നെ കൊണ്ട് നടക്കുകയുള്ളൂ. അല്ലാണ്ട് ഇന്നൊരു സാധനം വേണം എന്ന് ഒരു ഡിസിഷൻ എടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്തായാലും ഞങ്ങൾക്ക് 2 പേർക്കും ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തു. ഒപ്പം തന്നെ ഒരു ചിക്കൻ സ്റ്റാർട്ടർ, ഒരു ഫ്രൈഡ് ചിക്കൻ വാങ്ങി, പിന്നെ ഒരു ചിക്കൻ ടാക്കോസ് വാങ്ങി, പിന്നെ ഒരു ഷുമായി വാങ്ങി, ചില്ലി ചിക്കൻ വാങ്ങി. ഇതൊക്കെ വാങ്ങി ചെറിയ പോർഷൻസാണ് വാങ്ങിയത്. അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങൾ കഴിച്ചു. പിന്നെ അവിടെ അരയന്നങ്ങളൊക്കെ കുളിക്കുന്നത് നോക്കി, വെറുതെ അവിടെ ഇവിടെയൊക്കെ നോക്കിയിരുന്നു. ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്കും നിറയെ ആളുകൾ വന്ന് തുടങ്ങി. സാറ്റർഡേ അല്ലേ, കുറേ പേര് കുട്ടികളെയൊക്കെ കൊണ്ടുവരും. അങ്ങനെ ഞങ്ങൾ മെയിൻ കോഴ്സ് കഴിക്കാണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കുട്ടികളെ. അപ്പോൾ ഇതാണ് അവരുടെ ബാർ. അത് മാത്രമല്ല ഇവിടെയൊക്കെ ഇവരിങ്ങനെ ബിയറിൻ്റെ കുപ്പിയുടെ ബാക്ക് സൈഡ് കൊണ്ടിട്ട് നിറയെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് ഞാൻ കരുതി. അങ്ങനെയാണ് ഞാനിതൊക്കെ കവർ ചെയ്തത്. ഭയങ്കര സെറീനായിട്ടുള്ള, എന്താ പറയുക, ഭയങ്കര നല്ല ഒരു സ്ഥലമാണ് കേട്ടോ. അവർ കുറേ ഗ്രീനറിക്കും അതുപോലെ ചെറിയ ഫൗണ്ടെയിനൊക്കെ വെച്ചിട്ടുണ്ട്. കാണാനായിട്ട് നല്ല രസമുള്ളൊരിതാണ്. നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുറേ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ബിഗ് ബ്രൂസ്കി. സോ നെക്സ്റ്റ് ടൈം മിസ് ചെയ്യേണ്ട ബാംഗ്ലൂർ വരുമ്പോൾ. ഇതൊക്കെ പറഞ്ഞ് ഞങ്ങളിതാ ഇറങ്ങി. അപ്പോൾ ഈ സ്റ്റോൾസൊക്കെ കണ്ടെങ്കിലും ഇന്നിപ്പോൾ എനിക്ക് ഒന്നും വാങ്ങാനുള്ള മൂഡില്ല. സ്റ്റാർട്ടേഴ്സൊക്കെ കഴിച്ചിട്ട് വിശപ്പ് മാറി. എങ്കിലും കൂടി ഞങ്ങൾ മെയിൻ കോഴ്സ് കഴിക്കാൻ മറ്റൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോകാനായിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു റൗണ്ട് കൂടി ഇത് എന്തൊക്കെയാണ് ഇവരിവിടെ വെച്ചിരിക്കുന്നതെന്നൊക്കെ നോക്കി ഒരു കണ്ണ് അതിലൂടെ പായിച്ച് ക്യാമറയിൽ കുറച്ച് വീഡിയോസൊക്കെ പകർത്തി ഞങ്ങൾ പതിയെ സ്ഥലം വിടുകയാണ്. ഓക്കെ, പറഞ്ഞു തീരുമ്പോഴത്തേക്കും വേലയിൽ ചേട്ടൻ നമ്മുടെ വണ്ടി കൊണ്ട് തന്നു. അപ്പോൾ വണ്ടിയായിട്ട് നമ്മളിതാ സ്ഥലം വിടുകയാണ്. ഇനിയിപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെയും രോഹിതിൻ്റെയും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, ഞങ്ങളുടെ കംഫർട്ട് ഫുഡെന്ന് ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്കാണ്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ് ബോംബെ കറി ഹൗസ്. അപ്പോൾ ഇത് മാന്യത ടെക് പാർക്കിൻ്റെ ഉള്ളിലാണ് വരുന്നത്. നമ്മുടെ വീടിൻ്റെ ഏറ്റവും അടുത്ത് വരുന്ന ഒരു ഫുഡ് പോട്ട് എന്ന് നമുക്ക് ഈ ഒരു ഏരിയ പറയാം. കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയി ഉള്ളിലിരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഓർത്ത് നല്ല വെതറല്ലേ, അപ്പോൾ എന്തായാലും നമുക്ക് വെളിയിലിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോയി ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടേബിളൊക്കെ കണ്ടെത്തി അവിടെ ഇരുന്നു.
ഞാനങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിരുന്നു. അപ്പോഴത്തേക്കും രോഹിത് ഓർഡർ ചെയ്യാനായിട്ട് തുടങ്ങി ഫുഡ്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരു ചോലെ ഭട്ടൂരെ കഴിക്കാമെന്ന്. ബാക്കിയെല്ലാം രോഹിത്തിന് ഇഷ്ടം പോലെ ഓർഡർ ചെയ്യാൻ പറഞ്ഞു. ഞാൻ എന്താ നിങ്ങളെ കാണിക്കാനായിട്ട് അതിൻ്റെ മെനു ഒക്കെ ഇങ്ങനെ എടുത്ത് നോക്കി. കുറേ ഡിഫറെൻറ്റ് സാധനങ്ങളുണ്ട്. അതായത് വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണെന്ന് കരുതി ഓപ്ഷൻസ് ഇല്ലായ്മയൊന്നുമില്ല. പേജ് കണക്കിന് സാധനങ്ങൾ അവിടെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാണുന്നത് നമ്മുടെ ഹിൽട്ടൺ ഹോട്ടലാണ്, മാനിയത്തിൻ്റെ ഉള്ളിൽ വരുന്നത്. നല്ലൊരു ഹോട്ടലാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ബർത്ത്ഡേക്കോ രോഹിത്തിൻ്റെ ബർത്ത്ഡേക്കോ എപ്പോഴെങ്കിലും നമുക്ക് അവിടെ പോവാം. അപ്പോൾ അങ്ങനെ ചോലെ ഭട്ടൂര വന്നു. ഈ ഭട്ടൂര നന്നായിട്ടുണ്ടായിരുന്നു, കാരണം അതിൻ്റെ സൈസ് വാസ് പെർഫെക്റ്റ്. അല്ലെങ്കിൽ നമ്മൾ മോസ്റ്റ്ലി കഴിക്കുന്നത് കപൂർസ് ക്യാഫേയിലെ ചോലെ ഭട്ടൂരയാണ്. പക്ഷെ ഭട്ടൂര ഇസ് ടു ബിഗ് ദർ, നമുക്കത് ഫിനിഷ് ചെയ്യാനേ പറ്റില്ല. ഇത് കുറച്ച് നീളത്തിലാണ്, സൈസ് നമുക്ക് പെർഫെക്റ്റ് ആണ്. പിന്നെ പെസ്റ്റോ റൈസ് ഓർഡർ ചെയ്തു. അതുപോലെ തന്നെ പിന്നെ ഒരു സാധനം കൂടി, മിസൽ പാവ്. ബോംബെ കറി ഹൗസിൽ വന്നിട്ട് മിസൽ പാവ് ഓർഡർ ചെയ്യാതിരിക്കാൻ പറ്റുമല്ലേ? പക്ഷേ മിസൽ പാവ് നമ്മൾ വിചാരിച്ച പോലെ ആയില്ല, കുറച്ച് ഫ്ലോപ്പായി. കാരണം എന്താ വെച്ചാൽ അതിനത്ര എരിവുണ്ടായിരുന്നില്ല. മിസലിനൊക്കെ നല്ല ഇങ്ങനെ എരിവ് മുൻപന്തിയിൽ നിൽക്കണമല്ലോ, ആ ഒരു എന്താ പറയുക, തരി ആ എണ്ണ മേലെ നിൽക്കണം, അതാണ് അതിൻ്റെ ഒരു സുഖം. പക്ഷേ ഇവരുടെ എരിവ് ഇപ്രാവശ്യം കുറവായിരുന്നു. നോർമലി ഇങ്ങനെയല്ല. അവർ പറഞ്ഞു എന്താ ചെയ്യുക, ഇവിടെയുള്ള ആളുകൾക്ക് പറ്റണില്ല അത്ര എരിവ്, അതുകൊണ്ട് അവർ അതനുസരിച്ച് കുറച്ച് ഇതാക്കിയിരിക്കുകയാണ്. പക്ഷേ ചോലെ വാസ് അടിപൊളി. അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ മറ്റേ സാധനം, പെസ്റ്റോ റൈസ്, അത് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയതെല്ലാം കഴിച്ച് ബാക്കിയെല്ലാം ഞങ്ങൾ പറഞ്ഞു ശരി നമുക്ക് പാഴ്സൽ ചെയ്തെടുക്കാം. നമുക്ക് വീട്ടിൽ 2-3 പേരുണ്ടല്ലോ, അച്ഛയുണ്ട്, മമ്മിയുണ്ട്, നമ്മുടെ ഒരു കുഞ്ഞു കുട്ടിയുണ്ട്. അപ്പോൾ അച്ഛയ്ക്കും ഇഷ്ടമാണ് ഇങ്ങനത്തെ ഫുഡൊക്കെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിച്ചു, ബാക്കി അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ കുറച്ച് വെച്ചു. അങ്ങനെ നമ്മളതൊക്കെ പാഴ്സൽ ചെയ്തെടുത്ത് ഇറങ്ങുകയാണ്. വാലി ചേട്ടൻ്റെ അടുത്ത് കാർ കൊണ്ടുവരുമോ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ കാർഡൊക്കെ വാങ്ങി കാർ എടുക്കാൻ പോയി. അപ്പോഴത്തേക്കും രോഹിത് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് വാച്ച് കറക്റ്റായിട്ടില്ല, അതാണ് ഇതാണ് എന്നൊക്കെ. എനിക്ക് പിന്നെ കുറച്ച് ശ്രദ്ധ പൊതുവേ കുറവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ 1-2 പറഞ്ഞ് ഞങ്ങളുടെ സമയം പോയത് അറിഞ്ഞില്ല. ലഞ്ച് ഡേറ്റൊക്കെ കഴിഞ്ഞിട്ട് നല്ലോണം വയറ് നിറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ബൈ.